കാറ്റത്ത് കിളിക്കൂടിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ദിവസങ്ങൾ കടന്നു പോകിയ നിധി ആ വീടിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. സുഭാഷിനായിട്ട് നിധിയും കൂട്ടരും തകൃതിയായിട്ട് കല്യാണാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോലിക്ക് പോകണമെന്നുള്ള നിധിയുടെ ആഗ്രഹത്തെ തുടർന്ന് നിധിയുടെ അച്ഛൻ നശിപ്പിച്ച് അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് റീ അപ്ലൈ ചെയ്യാൻ സുധീഷ് സഹായിക്കുന്നുണ്ട്. ഇതിനിടക്കാണ് ഒരു സംഭവം നടക്കുന്നത്. വീട്ടിൽ അടച്ചിട്ട ഒരു റൂമിൽ പൊടി പിടിച്ച പഴയ സാധനങ്ങളൊക്കെ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിടുവാണ്. പഴയ സാധനങ്ങളെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നികേഷ്. അതെല്ലാം ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ഒരു പഴയ ബാഗ് കിട്ടുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുധീഷിന് വേണ്ടി വാങ്ങിയ ബാഗാണെന്നും വലിയ ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് സുധീഷിന് പുതിയ ബാഗ് വാങ്ങിയെന്നും അപ്പോൾ ഈ ബാഗ് ഹരീഷിന് കൈമാറിയെന്നും സുഭാഷ് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനാ ഏട്ടാ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിറ്റത്തെ വർഷം നീ സ്കൂളിലേക്ക് പോകുമ്പോൾ തരാനായി വെച്ചതായിരുന്നെന്നും അപ്പോൾ തനിക്ക് പ്രതീക്ഷിക്കാതെ കുറച്ചധികം ക്യാഷ് കിട്ടിയത് കൊണ്ട് നിനക്ക് പുതിയതൊന്നും വാങ്ങിച്ചെന്നും അങ്ങനെ ഇതവിടെ ഇരുന്നു പോയതാണെന്നും പറയുന്നുണ്ട് സുഭാഷ്. അവരാദ്യമായിട്ട് നടക്കാൻ പഠിച്ച ഒരു കളിവണ്ടിയും അതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് കാണാൻ അത് സൂപ്പറാണെന്നും ഇത് കഴുകി എടുത്തു വെക്കാമെന്നും ആർക്കെങ്കിലും കുട്ടിയുണ്ടായാൽ അവർക്ക് നടക്കാൻ പഠിക്കാൻ അത് യൂസ് ചെയ്യാമെന്നും പറയുന്നുണ്ട് നിധി. അങ്ങനെ പൊടി പിടിച്ച പഴയ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കാൻ നിധി പറയുമ്പോൾ നികേഷ് അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും ഉമ്മറത്തെ കട്ടിലിൽ അവിടെ കിടക്കുന്നുണ്ടാകും. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു പഴയ പെട്ടി തുറന്ന് അതിൽ നിന്നും പെൺകുട്ടികൾ ഇടുന്ന തരത്തിലുള്ള കുഞ്ഞുടുപ്പുകൾ നിധി കാണുന്നത്. എന്താ ഇതൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷിനെ വയറ്റിലുള്ളപ്പോൾ ഒരു പെൺകുട്ടിയാവണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മ വാങ്ങിക്കൂട്ടിയ കുഞ്ഞുടുപ്പുകളാണ് ഇതെല്ലാം എന്നൊക്കെ സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഇതെല്ലാം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ലെന്നും ഹരീഷിന് ചെറുപ്പത്തിൽ അമ്മ ഇതായിരുന്നു കൊടുത്തിരുന്നതെന്നും 3 വയസ്സ് വരെ ഈ ഉടുപ്പുകൾ ഇടിയിപ്പിച്ച് പൊട്ടു തൊട്ടായിരുന്നു അമ്മ ഹരീഷിനെ കൊണ്ടു നടന്നതെന്നൊക്കെ പറയുമ്പോൾ സുധീഷ് അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പൊടി പിടിച്ച പഴയ സാധനങ്ങളെല്ലാം അവരങ്ങനെ ഉമ്മറത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഭാസ്കരൻ അവരെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴാണ് നിധി വീണ്ടും ആ പെട്ടിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ കാണുന്നത്. പഴയ ഫോട്ടോസ് ആണെന്ന് സുഭാഷ് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നികേഷ്. അപ്പോഴാണ് നിധി സുഭാഷും സുധീഷും ഹരീഷും അമ്മയോടൊപ്പമുള്ള ഒരു ഫോട്ടോ കാണുന്നത്. കാണെ സന്തോഷത്തോടെ ഹരീഷും സുധീഷും എല്ലാം ആ ഫോട്ടോ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് നിധി ആ പെട്ടിയിൽ നിന്നും അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുക്കുന്നതും സുഭാഷ് ഒന്ന് പരിഭ്രാന്തനാവുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ നിധിയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങിച്ച് നോക്കുമ്പോഴേക്കും നികേഷ് സുഭാഷിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നേരത്തെ കണ്ട ഫോട്ടോയിൽ അമ്മയുടെ കൂടെ നിങ്ങൾ 3 പേരുമുണ്ടല്ലോ, ഞാനില്ലല്ലോ അതിലൊന്നും. അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ് അവര്. ഹരീഷ് പറയുന്നുണ്ട്, അത് പിന്നെ ആ ഫോട്ടോയിൽ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, നീ അതിലും ചെറിയ കുട്ടി ആയതുകൊണ്ട് നീ ചിലപ്പോൾ തൊട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോഴായിരിക്കും ആ ഫോട്ടോ എടുത്തത്, അതുകൊണ്ടാണ് നീ ആ ഫോട്ടോയിൽ ഇല്ലാത്തതെന്ന് ഒരുവിധം പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് സുധീഷ്. കേട്ട് ആശ്വാസത്തോടെ സുഭാഷും വിയർപ്പ് തുടക്കുമ്പോഴേക്കും നിങ്ങളുടെ അമ്മയുടെ ഒരൊറ്റ ഫോട്ടോ പോലും ഈ വീട്ടിലില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി. തനിച്ചുള്ള ഒരു ഫോട്ടോ ഇല്ലെന്നും അതുകൊണ്ടാണ് ഫോട്ടോ വെക്കാത്തതെന്നും പറയുവാണ് സുഭാഷ്. എല്ലാം എടുത്തു വെക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇനിയും കുറേ ഫോട്ടോസ് ഇതിൽ കാണാനുണ്ടെന്നും പറഞ്ഞ് നികേഷ് അവിടേക്ക് വരുവാണ്. എന്തിനാണ് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, വേറെ എന്തെല്ലാം ജോലിയുണ്ട് ഇവിടെ എന്നൊക്കെ സുഭാഷ് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടെയല്ലേ മുമ്പോട്ട് പോകുന്നത്, ഇനിയിപ്പോൾ അതെല്ലാം എടുത്തു നോക്കി ടെൻഷൻ ആകണമെന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷും. കേട്ട് സുഭാഷും ഹരീഷിനോടായിട്ട് ആ ഫോട്ടോ എല്ലാം എടുത്തു വെച്ച് ആ പെട്ടി റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുമ്പോഴേക്കും ഹരീഷ് ആ പെട്ടി എടുക്കാനായിട്ട് തുടങ്ങുന്നത് കണ്ട് നികേഷ് അവനെ തടയുവാണ്. കുറച്ച് കണ്ടില്ലേ, ഇനി കുറച്ചും കൂടി ഫോട്ടോസ് അല്ലേ ഉള്ളൂ, നാം ഒന്ന് കാണണം. സുധീഷ് ഏട്ടൻ്റെ പഴയ ബാഗ് പോലെ ഹരീഷ് ഏട്ടൻ്റെ പഴയ കുഞ്ഞുടുപ്പുകൾ പോലെ എൻ്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാമല്ലോ പറഞ്ഞ് നികേഷ് വീണ്ടും അതിലെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും സുഭാഷും സുധീഷും ഹരീഷും വെപ്രാളത്തോടങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് നികേഷൻ ആ പെട്ടിയിൽ നിന്നും അവർ 4 പേരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ കിട്ടുന്നത്. സന്തോഷത്തോടെ അതെടുത്ത് നിധിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കാണട്ടെ എന്ന് പറഞ്ഞ് സുധീഷും അത് വാങ്ങിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് സുഭാഷ് നികേഷിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും സുഭാഷും അമ്മയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണുമ്പോഴാണ് നികേഷ് സുഭാഷിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. സുഭാഷ് ഏട്ടനും ഞാനും തമ്മിലുള്ള ഫോട്ടോ ഉണ്ട്, നമ്മൾ 4 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും ഉണ്ട്, അമ്മയുടെ കൂടെ ഒരു ഫോട്ടോയിൽ പോലും ഞാനില്ലല്ലോ. സുധീഷും അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോയുണ്ട്, ഹരീഷ് ഏട്ടനും അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോയുണ്ട്, അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൂടെയുള്ള ഫോട്ടോ മാത്രമില്ല, അതെന്താ ഞാൻ മാത്രം അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കാഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. കേട്ട് സമയം വൈകിയെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷും ഹരീഷും കൂടി പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അടക്കില്ലേ, ഇനി ആകെ കുറച്ചുകൂടി ഫോട്ടോസ് അല്ലേ ഉള്ളൂ, അതുകൂടി എടുത്ത് നോക്കട്ടെ എന്നൊക്കെ നികേഷ് പറയുന്നുണ്ടെങ്കിലോ അതൊക്കെ പിന്നെ നോക്കാം, ഇപ്പം സമയമില്ലെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് വേഗത്തിൽ അതെടുത്ത് വെക്കാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും വേറൊരു ഫോട്ടോ കൂടി ഉണ്ടല്ലോ, അത് ആരുടെയാന്ന് ചോദിക്കുന്നുണ്ട് നിധി.
അപ്പോഴാണ് അതിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അവരുടെ അമ്മയല്ലാത്തൊരു സ്ത്രീയുടെ ഫോട്ടോ നികേഷ് കാണുന്നത്. സംശയത്തോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് ഇതാരാണെന്ന് സുഭാഷിനോടായിട്ട് ചോദിക്കുമ്പോൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല, നീ അതിങ്ങ് തന്നെയെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നികേഷിന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് പെട്ടിയിലേക്ക് തന്നെ തിരികെ വെക്കുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടൻ അറിയില്ലെന്ന് പറയുന്നത്? നമ്മുടെ ഫോട്ടോയുടെ കൂടെ തന്നെയല്ലേ ഇവരുടെ ഫോട്ടോയും ഉള്ളത്. ഇവർ ആരാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ വെപ്രാളത്തോടെ ഇരിക്കുവാണ് സുഭാഷ്. നേരം ആ ഫോട്ടോ ഇങ്ങ് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അത് സുഭാഷിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അവൻ അത് കണ്ട് ചിരിയോടെ, ഇത് നമ്മുടെ അമ്മയുടെ അനിയത്തിയല്ലേ, നമ്മുടെ ഇളയമ്മയല്ലേ, ഇവരെ നിങ്ങൾ മറന്നുപോയോ? ആ ഷേട്ടന് ഇവരെ അറിയില്ലേ എന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും അതെ അവർ തന്നെയാണെന്ന് ഒരു വിധം സുഭാഷും പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. സമയത്താണ് ഭാസ്കരൻ അങ്ങോട്ട് വന്ന് പഴയ ആക്രി സാധനങ്ങളെല്ലാം ഉമ്മറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ നിധിയും വളരെ സന്തോഷത്തോടെ പഴയ ഫോട്ടോയിൽ അച്ഛൻ ആൻസം ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ നിധി പറയുമ്പോൾ പഴയ ഫോട്ടോയോ എവിടെ എന്ന് ചോദിച്ച് ഭാസ്കരൻ അതെടുത്ത് നോക്കുന്നുണ്ട്. ഭാസ്കരൻ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ആ ഫോട്ടോയിലേക്ക് നോക്കി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ എല്ലാവരും അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ എൻ്റേത് മാത്രമില്ല, അതെന്താ എന്നെ മാത്രം അമ്മയുടെ കൂടെ ഇരുത്തി ഫോട്ടോ എടുക്കാത്തതെന്ന് ചോദിക്കുവാണ് നികേഷ്. നേരം വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ. അത് കേട്ട് ഹരീഷ് ഭാസ്കരനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സുധീഷിന്റെ കയ്യിലിരിക്കുന്ന ആ സ്ത്രീയുടെ ഫോട്ടോയും ഭാസ്കരന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയും പിടിച്ചു വാങ്ങുന്ന സമയത്തായിരിക്കും ആ സ്ത്രീയുടെ ഫോട്ടോ താഴേക്ക് വീഴുന്നത്. ഭാസ്കരൻ പെട്ടെന്ന് തന്നെ താഴേക്ക് വീണ് ആ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇളയമ്മയെ പറ്റി അച്ഛൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ, ഇവരുടെ പേരെന്താണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പെട്ടെന്ന് തന്നെ ഭാസ്കരന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. ഹരീഷ് എന്തോ ഒരു പേര് പറഞ്ഞു ഒപ്പിക്കുമ്പോഴേക്കും ഈ ഇളയമ്മയെ പറ്റി നിങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, ഈ ഇളയമ്മയെ ഞാൻ കണ്ടിട്ട് പോലുമില്ലല്ലോ എന്നൊക്കെ നികേഷ് പറയുമ്പോൾ അവരെ ഞങ്ങളും അങ്ങനെ കണ്ടിട്ടില്ലെന്നും കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ നാട് വിട്ടു പോയതാണെന്നും അവരുമായിട്ട് നമുക്ക് യാതൊരുവിധ ടച്ചുമില്ലെന്നും പറയുന്നുണ്ട് സുധീഷ്. ഭാസ്കരനാണെങ്കിൽ നിർവികാരനായിട്ട് അവിടെ ഇങ്ങനെ ഒരേ നിൽക്കുമായിരിക്കും. നികേഷ് വേഗത്തിൽ ആ ഫോട്ടോകളൊക്കെ പെട്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നികേഷ് അവനെ തടഞ്ഞുകൊണ്ട് മറ്റൊരു ഫോട്ടോ പെട്ടിയിൽ നിന്നും വലിച്ചെടുക്കുന്നത്. ഇനിയായിരുന്ന നികേഷും ആ സ്ത്രീയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. കാണാൻ സുഭാഷും സുധീഷും ഹരീഷും ഒക്കെ പരിഭ്രമത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. നികേഷ് ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇത് ഞാനല്ലേ എടുത്തി, ഇതേ നോക്കിക്കേ, ചെറുപ്പത്തിലെ ഞാൻ എങ്ങനെയുണ്ടായിരുന്നെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേരം ആ ഫോട്ടോയിലുള്ള സ്ത്രീയെ ചൂണ്ടി നിങ്ങളുടെ ഇളയമ്മയെ പോലെ ഉണ്ടല്ലോ ഈ സ്ത്രീയും എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നികേഷും അത് ശ്രദ്ധിക്കുന്നത്. അതെ അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിയിൽ നിന്നും ആ സ്ത്രീയുടെ തനിയുള്ള ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് രണ്ടും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി ഒരു സംശയം ചോദിക്കുന്നത്. ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെ ഉണ്ടല്ലോ, അത് അമ്മയുടെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവരും അവരും തമ്മിൽ ഒരു സാമ്യവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കാൻ നികേഷും ഏട്ടി പറഞ്ഞത് സത്യ, ഇവരെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയുണ്ടല്ലോ, കണ്ടാൽ ഏതോ രാജസ്ഥാനിയെയോ ഗുജറാത്തിയെ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ, എൻ്റെ കൂടെയാണല്ലോ ഇവർ ഫോട്ടോ എടുത്തിരിക്കുന്നത്, ഇവരെന്താ നിങ്ങളുടെ കൂടെയൊന്നും ഇരുന്ന് ഫോട്ടോ എടുക്കാതിരുന്നത് എന്നെല്ലാം ചോദിക്കുന്നത് കേട്ട് സുഭാഷും സുധീഷും ഹരീഷുമെല്ലാം നിന്ന് വിയർക്കുവാണ്. സുഭാഷ് ഒരുവിധം പറയുന്നുണ്ട്, നീ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാതെ അതെല്ലാം എടുത്തു വെച്ച് ഇവിടെയുള്ള പണി ചെയ്യാൻ നോക്കുന്നത്. സുഭാഷിനെ തടഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്തുയർത്തി നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന് എനിക്കറിയണം, ഇളയമ്മയാണെന്ന് നിങ്ങൾ പറഞ്ഞു, ഇവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇവരെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയുണ്ട്, ഇവരുടെ കൂടെ നിങ്ങളൊന്നും ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ, ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ആണെങ്കിൽ ഫ്രെയിം പോലും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുമുണ്ട് എന്നെല്ലാമുള്ള നികേഷിന്റെ ചോദ്യം കേൾക്കെ അതുവരെ തരിച്ചു നിൽക്കുകയായിരുന്ന ഭാസ്കരനും പതിയെ ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. നികേഷ് വീണ്ടും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം അവൻ്റെ മനസ്സിലേക്ക് എത്തുന്നത്. ഭാര്യയെ കൊന്ന് ഭാസ്കരൻ ജയിലിൽ പോയി, ജയിലിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് എവിടെ നിന്നോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു, ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് വീട് വിട്ടുപോയി എന്നതൊക്കെ ഓർക്കെ നികേഷ് വീണ്ടും സുഭാഷിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. ഏട്ടാ ഇതാണോ അച്ഛനാ കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷ് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ്. നികേഷ് വീണ്ടും ചോദിക്കുമ്പോൾ ഇതാ സ്ത്രീ ഒന്നുമല്ലെന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ടെങ്കിലും അല്ല ഏട്ടൻ കള്ളമാ പറയുന്നത്, അച്ഛൻ വേറെ ഏതോ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ കേട്ടിരുന്നല്ലോ, ഇത് അവരല്ലേ എന്നൊക്കെ നികേഷ് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പരിഭ്രമത്തോടെ സുഭാഷ് ആ ഫോട്ടോ അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമെന്ന് തറപ്പിച്ച് പറയുവാണ് നികേഷ്. ഇങ്ങനെ എല്ലാവരും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഭാസ്കരൻ വീണ്ടും അകത്തേക്ക് വരുന്നത്. നികേഷ് ഭാസ്കരൻ്റെ അരികിലേക്ക് ചെന്ന്, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിങ്ങളൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ, അവരല്ലേ ഇവരെന്നൊക്കെ ഫോട്ടോ ഉയർത്തി കാണിച്ച് നികേഷ് ചോദിക്കുന്നുണ്ടെങ്കിലും ഭാസ്കരൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. നികേഷ് വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട്, ഇവരുടെ കൂടെ എന്തിനാ എൻ്റെ ഫോട്ടോ എടുത്തത്, ഇവരുടെ കയ്യിലേക്ക് എന്തിനാണ് എന്നെ കൊടുത്തത്, എൻ്റെ അമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലുമില്ല, ഈ സ്ത്രീയുടെ കൂടെ എൻ്റെ ഫോട്ടോ എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത്, ഇവരുടെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ, എന്തിനാ എൻ്റെ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്, നാട്ടിലെല്ലാവരും നിങ്ങൾ ഏതോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞു,
ഇപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നത്. ഞാൻ എന്തിനാ ഇവരുടെ കൂടെ നിൽക്കുന്നത്? ഇവരെ കണ്ടാലേ എനിക്ക് ദേഷ്യം വരുന്നു. പറ, എന്തിനാ ഈ സ്ത്രീ എന്നെ എടുത്തുകൊണ്ടുള്ള ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് എന്നെല്ലാം നികേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ അവനെ മറികടന്ന് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ഭാസ്കരനെ തടയുവാണ് നികേഷ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ സ്ത്രീയുടെ കയ്യിലേക്ക് എന്തിനാണ് എന്നെ കൊടുത്തത് എന്നെല്ലാം നികേഷ് വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഭാസ്കരൻ അവനെ തള്ളി മാറ്റി പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് വീണ്ടും അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എൻ്റെ ഒരു ഫോട്ടോ പോലുമില്ല. അമ്മയുടെ കൂടെ അല്ലാതെ ഈ സ്ത്രീയുടെ കൂടെ എന്തിനാ എൻ്റെ ഫോട്ടോ എടുത്തു വെച്ചത് എന്നെല്ലാം ചോദിച്ച് ഭാസ്കരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഇവരിപ്പോഴും ജീവനോടെ തന്നെയുണ്ടോ, അതോ നാട്ടുകാരെല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ ഇവരെയും കൊന്നു കളഞ്ഞോ എന്നെല്ലാം നികേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നികേഷെ അച്ഛൻ്റെ മേലിൽ നിന്ന് കൈയെടുക്കെന്ന് പറയുവാണ് സുഭാഷ്. നികേഷ് അപ്പോഴും പിടിവിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നേരം ഭാസ്കരൻ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനോട് വഴക്ക് പറയുന്നുണ്ട്. നികേഷെ, നീ അടങ്ങിയിരിക്കേ, എന്തിനാ ഇപ്പോൾ ഇതെല്ലാം ചോദിക്കുന്നതെന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ തെറ്റായിട്ടുള്ള എന്താ ചോദിച്ചതേട്ടാ? ആ സ്ത്രീയുടെ കൂടെ നിങ്ങൾ ആരും ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. എൻ്റെ കൂടെ അവരെന്തിന് ഫോട്ടോ എടുക്കണം? ഇവരെ കാണുമ്പോൾ തന്നെ എനിക്ക് കലിപ്പാണ്. ആ സ്ത്രീ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടോന്നൊക്കെ ആ ഫോട്ടോ പൊക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാസ്കരൻ ദേഷ്യത്തോടെ നിർത്തടാ, നീ എന്താ പറഞ്ഞത്? ഇഷ്ടമല്ല, കലിപ്പാവുന്നു എന്നൊക്കെയല്ലേ? നിന്റെ അമ്മ നിന്നെ എടുക്കാതെ പിന്നെ വേറെ ആരെങ്കിലും എടുത്ത് ഫോട്ടോ എടുക്കുവോ? അവന് കാണുന്നതേ ഇഷ്ടമല്ലെന്ന്. ദേ നോക്കേ, അവരാണ് നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ എന്നൊക്കെ ഭാസ്കരൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അമ്മയോന്ന് ചോദിക്കുവാണ് നികേഷ്. അച്ഛൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അച്ഛാ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്തിനാ ഇപ്പോൾ ഇക്കാര്യം അവനോട് പറഞ്ഞത്? അച്ഛനൊന്ന് വെറുതെ ഇരുന്നൂടെ എന്ന് ദേഷ്യത്തോടെ സുഭാഷും ചോദിക്കുന്നുണ്ട്. യേശു വീണ്ടും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആരുടെ അമ്മയാണെന്നാ പറഞ്ഞത് എന്നെല്ലാം വീണ്ടും ചോദിക്കുമ്പോൾ അതെ, ഇവരാണ് നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ചത് ഇവളാണ്. അവരുടെ അമ്മ അവരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ നിന്നെ പ്രസവിച്ച അമ്മ നിന്റെ കൂടെ നിന്നെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തു. ഇതിലെന്ത് തെറ്റാവുള്ളതെന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും അച്ഛനെ വഴക്ക് പറയുമ്പോൾ അല്ല പിന്നെ കുറേ നേരമായി അവൻ ആ സ്ത്രീ എന്തിനാ എന്നെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരല്ലേ അവൻ്റെ അമ്മ, അവൻ്റെ അമ്മയല്ലേ അവനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്, അത് വേറെ ആരുമല്ലല്ലോ എന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോൾ നികേഷ് ടെൻഷനോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവൻ്റെ ആ നിൽപ്പ് കണ്ട് ഹരീഷും ടെൻഷനോടെ അവൻ്റെ അരികിലേക്ക് വന്ന് നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട, അച്ഛൻ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നികേഷ് ഹരീഷിനെ തടഞ്ഞുകൊണ്ട് ആ പെട്ടിയുടെ അരികിലേക്ക് വീണ്ടും ചെന്ന് അതിൽ നിന്ന് അവരുടെ ഒരു സിംഗിൾ ഫോട്ടോ എടുത്ത് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ്റെ ആ നിൽപ്പ് കണ്ട് സുഭാഷ് പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ആ 2 ഫോട്ടോയും വാങ്ങിച്ച് ആ പെട്ടിക്കകത്ത് വെക്കുമ്പോഴേക്കും സുഭാഷേട്ടാ, നിങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും വേറെ വേറെയാണല്ലേ എന്ന് നികേഷ് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. കേട്ട് ഭാസ്കരൻ അതേടാ, അവരുടെ അമ്മ വേറെ, നിൻ്റെ അമ്മ വേറെ. അതിലൊരു ഫോട്ടോയിൽ അവരുടെ 3 പേരുടെ കൂടെ നിൽക്കുന്നില്ലേ, അതാണ് അവരുടെ അമ്മ. നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടില്ലേ, അതാണ് നിൻ്റെ അമ്മ. മനസ്സിലായോ? വെറുതെ ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വന്ന് ഭാസ്കരനെ അടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ത്തോടെ അടിക്കാനായിട്ട് ഓങ്ങിയ കൈ പിൻവലിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ തീരെ ബുദ്ധിയില്ലേ? ഇത് എപ്പോൾ എവിടെ പറയണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത്രയും നാളും ഇത് അവനിൽ നിന്നും ഒളിച്ചു വെച്ചതല്ലേ, ഇപ്പം നിങ്ങൾക്കിത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? എൻ്റെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായത് ഇത്ര വലിയ മഹത്വമാണോ എന്നൊക്കെ സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പിന്നെ അവൻ ചോദിച്ചുകൊണ്ടിരുന്നത് നീ കേട്ടില്ലായിരുന്നോ? അവനോട് പിന്നെ ഞാൻ എന്ത് മറുപടിയായിരുന്നു പറയേണ്ടിയിരുന്നത്? നിങ്ങളോടാര ആ ഫോട്ടോ അവന് കാണിക്കാൻ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ആ ഫോട്ടോ വെച്ച് കൊടുത്തിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നെ ഞാൻ എന്ത് മറുപടി പറയണം? സത്യമല്ലേ പറയാൻ പറ്റൂ? ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് എന്നെ വന്ന് ചോദ്യം ചെയ്യുന്നോ? എത്ര കാലം കഴിഞ്ഞാലും അവൻ അറിയേണ്ട ഒരു സത്യമല്ലേ അതെ, അത് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് വിചാരിച്ചാൽ പോരെ? ആരും കാണാതെ സൂക്ഷിച്ചിരുന്ന ഫോട്ടോ എടുത്തിട്ട് ആ ചെക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവരുടെ വഴക്കിൽ നിന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നികേഷ് വീണ്ടും സങ്കടത്തോടെ ഞാൻ നിങ്ങളുടെ അനിയനല്ല അല്ലേ സുഭാഷ് ഏട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നികേഷേ, നീ ഞങ്ങളുടെ അനിയനല്ലെന്ന് ആരാ പറഞ്ഞത്? അച്ഛൻ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നിങ്ങളുടെ അമ്മ തന്നെയാണ് നിൻ്റെയും അമ്മ. അച്ഛൻ എന്തോ കുടിച്ചിട്ട് വിളിച്ചു പറയുന്നതാണ് ഇതൊക്കെ പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തിനാ ഏട്ടാ ഇനിയും കള്ളം പറയുന്നത്? നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്കെല്ലാവർക്കും സത്യങ്ങൾ അറിയാമായിരുന്നെന്ന്. എനിക്കും നിങ്ങൾക്കും വേറെ വേറെ അമ്മയാണല്ലേ സുഭാഷ് ഏട്ടാ, എന്താ ഇക്കാര്യം ആദ്യമേ എന്നോട് പറയാതിരുന്നത്? നികേഷ് വീണ്ടും സങ്കടത്തോടെ ചോദിക്കുമ്പോൾ നീ അതെല്ലാം വിട്ടുകള മോനെ. അമ്മ വേറെയാണെങ്കിലും നീ ഞങ്ങളുടെ അനിയൻ തന്നെയാ, ഞങ്ങൾ 3 പേരും നിന്റെ ചേട്ടന്മാരും എന്നും പറഞ്ഞ് ഹരീഷ് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ അവരുടെ കൂടപ്പുറപ്പല്ലെന്ന് മനസ്സിലാക്കി ആകെ തകർന്നു പോവുകയാണ് നികേഷ്.
അമ്മ വേറെയാണെങ്കിൽ എന്താടാ, അച്ഛൻ ഒരാൾ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ നികേഷ് സങ്കടത്തോടെ നിൽക്കുവാണ്. ഏത് നേരത്താണാവോ ഇതെല്ലാം ചെയ്യാൻ തോന്നിയത്? ഈ ഫോട്ടോ എല്ലാം എടുത്ത് ഉള്ളിലേക്ക് വെക്ക്, ഇത് കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതെന്നൊക്കെ സുഭാഷ് ഹരീഷിനോടായിട്ട് പറയുമ്പോൾ ഹരീഷുമല്ലേ ആ പട്ടിയെടുത്ത് അകത്തേക്ക് വെക്കുന്നുണ്ട്. ഇത് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് സുഭാഷും ഹരീഷും. അകത്ത് നിന്ന് ആ കാഴ്ച കാണുന്ന സുധീഷ് നിധിയോടായിട്ട് പറയുന്നുണ്ട്, സത്യം അവൻ ഒരിക്കലും അറിയരുതെന്ന് വിചാരിച്ചിരുന്നതാ. അമ്മ മരിച്ചതിന് ശേഷം ജയിലിൽ പോയ അച്ഛൻ കുറച്ച് നാൾ കഴിഞ്ഞ് തിരികെ വന്നു. അന്നയുടനെ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി അച്ഛൻ ലോറിയുമെടുത്ത് എങ്ങോട്ടോ പോയി. പിന്നെ കുറെ കാലത്തേക്ക് തിരികെ വന്നതേ ഇല്ലായിരുന്നു. അച്ഛൻ ഇനി തിരികെ വരില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ തിരിച്ചുവരവ്. കൂടെ നികേഷും ആ സ്ത്രീയും ഉണ്ടായിരുന്നു. നികേഷ് അന്ന് കൈക്കുഞ്ഞായിരുന്നു. അവർ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഇയാൾക്ക് ഊഹിക്കാമല്ലോ. അന്ന് തൊട്ടേ അച്ഛനെ എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തി വേറൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നത് കാണാൻ ഞങ്ങൾക്കും വെറുപ്പായിരുന്നു അച്ഛനോട്. അന്ന് തൊട്ടേ നികേഷിനെ ഞങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. കൈക്കുഞ്ഞായിരുന്ന അവനെ ഞങ്ങൾക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും? അറിവില്ലാതെ തനിച്ചായിപ്പോയ ഞങ്ങൾക്ക് അവൻ്റെ ചിരിയും കളിയുമെല്ലാം ആശ്വാസമായി മാറി. അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് ഇവനെന്ത് പിഴച്ചോ എന്താ കാര്യമെന്ന് അറിയില്ല. അവൻ്റെ അമ്മയും കുറച്ച് നാൾ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഈ വീട് വിട്ടു പോയി. നികേഷിനെ ഇവിടെ വിട്ടിട്ടാണ് അവർ പോയത്. അമ്മ ഉപേക്ഷിച്ച് പോയതറിയാതെ കൈക്കുഞ്ഞായിരുന്ന അവനെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തി. അവന് അറിവായ കാലത്ത് ഇതെല്ലാം അവന് പറഞ്ഞു കൊടുക്കണമെന്ന് ഞങ്ങളും ചിന്തിച്ചില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെല്ലാം അവൻ്റെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞാണ് അവനെ വളർത്തിയത്. ഈ സത്യം ഒരിക്കലും അവൻ തിരിച്ചറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവനൊരു പാവമാ, ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ്റെ കരച്ചിൽ കണ്ടില്ലേ എന്നൊക്കെ സങ്കടത്തോടെ സുധീഷും നിധിയോടായിട്ട് പറയുന്നുണ്ട്. സുഭാഷിനെയും ഹരീഷിനെയും കെട്ടിപ്പിടിച്ച് ഉള്ള നികേഷിൻ്റെ കരച്ചിൽ കാണാൻ സുധീഷും അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നിധിയും സങ്കടത്തോടെ ആ കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ, ഞാൻ നിങ്ങളുടെ അനിയനല്ല അല്ലേ എന്ന് നികേഷ് വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആരാ പറഞ്ഞത് നീ ഞങ്ങളുടെ അനിയനല്ലെന്നേ? അതൊക്കെ വിട്ടുകളാന്നൊക്കെ സുധീഷ് പറയുമ്പോൾ, ഞങ്ങളുടെ 3 പേരുടെയും ജീവൻ നിലയ്ക്കുന്നത് വരെ നീ ഞങ്ങളുടെ അനിയൻ തന്നെയായിരിക്കും, അതിലൊരു മാറ്റവുമില്ലെന്ന് പറയുവാണ് ഹരീഷും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.